സന്ദീപ് ഇത് പുട്ട് പോലെ ചെയ്യുന്ന ഒരാളാണ്. സന്ദീപ് ഒരു ഭീകര ആക്ടറാണ്. ഞാൻ പറയുന്നത് ഞാനത് എക്കോ എന്ന് പറഞ്ഞൊരു പടം കൊണ്ട് മാത്രം പറയുന്നില്ല, പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള പടങ്ങളാണെങ്കിലും. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഞാൻ കുറേ സ്ഥലത്ത് പറഞ്ഞാൽ, ബീങ് ആൻ ആക്ടർ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് പരിക്ക് പറ്റുമ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളതായിരുന്നു. പുള്ളി അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ബീങ് ആൻ ആക്ടർ? പുള്ളി എന്തെങ്കിലും ഇന്നോവേറ്റീവായിട്ട് ചെയ്യുമെന്നറിയാം. ഇപ്പം അത് നോക്കിയാൽ മനസ്സിലാവും, ഒരു തുപ്പലിങ്ങനെ തെറിക്കുന്നുണ്ടാവും. പുള്ളിക്കൊരു വേറൊരു ഫീലാണ് പുള്ളി അത് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ഫ്രഷാണ്, നമ്മൾ മുന്നേ കണ്ടിട്ടില്ല. അപ്പം ഞാൻ അന്തം വിട്ടു ഇത് കണ്ടിട്ട്. ഈ ഷോട്ട് ഞാൻ ആ ഷോട്ടിന് ബാക്കിൽ നിൽക്കുവാണ്, പറഞ്ഞു വണ്ടർഫുൾ ഷോട്ട്. അതൊക്കെ വൺ ടേക്കാ, സിംഗിൾ ടേക്കാ പുള്ളി ഓക്കെ ആക്കുന്നത്. അതല്ല, സ്ക്രിപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സോമന് പരിക്ക് പറ്റിയിരിക്കുന്നു, വലിയൊരു പരിക്കാണ് പറ്റിയത്. അപ്പോൾ ഇപ്പം സന്ദീപ് പറയുന്ന ഡയലോഗാണ്, സന്ദീപിൻ്റെ മോണോലോഗ് പറയുമ്പോൾ ഈ സോമൻ എന്നൊരു കഥാപാത്രം അയാൾക്ക് അത് ദഹിക്കണമെന്നില്ല. അയാൾക്ക് ചിലപ്പോൾ കാണാൻ പോലും പറ്റിയെന്നിരിക്കില്ല, കാഴ്ച പോലും മങ്ങിയിരിക്കുകയായിരിക്കും, കേൾക്കാൻ പോലും സാധിച്ചെന്നിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൽ പലപ്പോഴും നമുക്ക് ഈ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നതിനേക്കാൾ മുകളിലായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ, ഒരു ഷോട്ട് എടുക്കുമ്പോഴാണല്ലോ ഇപ്പം സംവിധായകൻ കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത്, ക്യാമറമാനും സംവിധായകനൊക്കെ കൂടുതൽ എക്സൈറ്റഡ് ആവുന്നതും അടുത്ത ഷോട്ട് വെക്കാൻ അവർക്ക് കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് കൊടുക്കുന്നത് ഈ ആക്ടറിന്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ സോമൻ എന്നുള്ളൊരു കഥാപാത്രം ആ ഒരു മൊമെന്റിലൂടെ പോയപ്പോൾ ഉള്ള അയാളുടെ ഒരു എന്തായിരുന്നു, എനിക്ക് ഈ ഷോട്ട് എങ്ങനെ എനിക്ക് ചെയ്യാം, ബാഹുല് പറഞ്ഞതിനെക്കാട്ടി അപ്പുറത്തായിട്ട് ഇതിനകത്ത് എന്തെനിക്ക് ചെയ്യാം. കാരണം ആസ് ആൻ ഓഡിയൻസ് ഞാനത് കണ്ടപ്പോൾ, ദൈവമേ ഇയാൾക്ക് എന്തെങ്കിലും പറ്റുമോ, ഇയാള് മരിച്ചുവോ, ഇയാൾ ആരെങ്കിലും രക്ഷിക്കുമോ സന്ദീപ് പോയി കഴിഞ്ഞിട്ട് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം ആ കഥാപാത്രത്തിന് ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു തോട്ടും കൂടി രഞ്ജിത്തിനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മുടെ ആസ് എ ക്യാരക്ടർ നമ്മുടേതായിരിക്കും കൂടുതൽ ചിന്തിക്കുക. ഇപ്പോൾ സോമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെയായിരിക്കും പോവുക. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് നോക്കുമ്പോൾ തന്നെ പുള്ളി കുറച്ച് റഫായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ആദ്യം ചെറിയ എവിടെയൊക്കെ ഒരു ഷെയ്ഡ്സ് ഓഫ് ഫണ്ണ് വരും, കുറച്ച് ലൗഡാണ്. കുറച്ചൊരു വിട്ടുകൊടുക്കാത്ത ഒരാളാണ്, കൽപ്പനാണ്. അതെ അതെ. എന്നാൽ ഇതൊന്നും അല്ലാന്ന് അവസാനം മനസ്സിലാവുന്നു, കുറച്ച് ദയനീയത തോന്നുന്നു. അപ്പം ഇങ്ങനത്തെ ഒരു ഷെയ്ഡുണ്ട്. എനിക്ക് ആകെ കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ആർക്കുണ്ട് ഇയാൾക്ക്, പലതിലൂടെ പോകുന്നുണ്ട് ഇയാൾ ശരിക്കും പറഞ്ഞു. അത് തന്നെ ഭയങ്കര രസം തോന്നിയായിരുന്നു. ഓക്കെ, അതായത് റഫായിട്ടുള്ള ഒരാൾ തന്നെ സോറി ചേട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിസ്സഹായനായിട്ടുള്ള പരിപാടിയുണ്ട്, കുപ്പി വെള്ളത്തിന്റെ പരിപാടി പല തിയേറ്ററിലും ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ആലോചിച്ചില്ല, അങ്ങനെ ചിരിക്കുന്നൊന്നും വിചാരിച്ചതല്ല, ചിരിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റ്ലെസ്നെസ്, ഒരു എന്താ പറയുക, ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഉണ്ടെന്ന് മനസ്സിലായി ഇതിനകത്തുള്ള. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഈ സോമൻ ഇപ്പം നമ്മൾ അതിന് മേളിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്തുള്ള സാധനം എന്ന് പറയുന്നത് പുള്ളി എന്നെ ബിലീവ് ചെയ്തു എന്നുള്ളതാണ്. പുള്ളി അതിൽ എഴുതിയിട്ടില്ലല്ലോ എന്തായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്, സോമൻ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ. അതിന് മേലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.